വ്യക്തമായി തീർപ്പ് കൽപ്പിക്കപ്പെടാൻ പറ്റാത്തൊരു സംഗതിയാണല്ലോ. സ്നേഹയുടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ചില മഹാന്മാർ അത് അല്ലാഹു എന്നതാണ് ഇസ്മുൽ അഅ്ലം, മഹത്തായ തിരുനാമങ്ങളുടെ കൂട്ടത്തിൽ ആ പരമപരിശുദ്ധമായ നാമം അത് അല്ലാഹ് എന്നതാണ് എന്നതിന് തെളിവ് പറയുന്നു. ഒന്നതാ എന്തേ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ ഹുവസ് സമീഉൽ അലീം എന്ന് പറഞ്ഞെടുത്ത് അതിൽ അല്ലാഹുണ്ട്, ഇതിൽ ഇസ്മുൽ അഅ്ലം ചേർത്ത് ഞാൻ ദിക്ർ ചെല്ലാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ഇതാണ് ഇസ്മുൽ അഅ്ലം എന്ന് ചിലർ കണ്ടത്. അപ്പൊ മറ്റുള്ളവർ പറഞ്ഞ അതിൽ സമീഉൻ അലീം എന്നൊക്കെ ഉള്ളത് കൊണ്ട് അതും ആയിക്കൂടെ എന്ന് വെച്ചു. അപ്പൊ വീണ്ടും അത് ആ സാധ്യതയിൽ തന്നെ നിൽക്കുന്നു എന്ന് മാത്രം. ഏതായാലും സാധ്യത കൂടുതൽ അല്ലാഹ് എന്നതാവാനാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ ഹുവസ് സമീഉൽ അലീം എന്നിട്ട് ചോദിച്ചു, സംഗതിയൊക്കെ അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഒരു കാര്യം അന്വേഷിക്കാതെ വിടാൻ പറ്റൂലല്ലോ. വമാ ഹമലക്കി അലാ ഹാദാ, എനിക്ക് ഈ 40 ദിവസം വിഷം തരാൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താ? നീ തോറ്റെങ്കിലും ഞാൻ ജയിച്ചെങ്കിലും സംഗതി ഒന്നും അറിയണമല്ലോ. നീ ഇത്രയും തവണ എനിക്ക് വിഷം തരാൻ എന്താ കാരണം? അതിന് നിനക്ക് ഏതു ഭാഗത്തു നിന്നാണ് പ്രചോദനം ലഭിച്ചത്? അതിന് നിനക്ക് പ്രചോദനമായത് എന്താണ്? വമാ ഹമലക്കി അലാ ഹാദാ. മറുപടി പ്രത്യേകിച്ചൊന്നുമില്ല, അതിന്റെ പിന്നിൽ ഒരാളുമില്ല. പക്ഷേ നിങ്ങളെ അടിമയായി നിൽക്കുമ്പോൾ നിങ്ങൾ പറയുന്ന പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കണമല്ലോ. അപ്പൊ നിങ്ങളാണ് മരിച്ചിട്ടാൽ എനിക്ക് സ്വതന്ത്രമായിട്ട് പോകാലോ എന്ന് കരുതിയിട്ടാണ്. വേറെ ഒരു കുഴപ്പവും എൻ്റെ പിന്നില്ല. നിങ്ങളോട് എനിക്ക് വെറുപ്പുണ്ട് മാനസികമായിട്ട്, ആ ഒരൊറ്റക്കാരനാണ്. എന്നാലേ ഇനി ആ വെറുപ്പും കൊണ്ട് നിൽക്കണ്ട. അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ച് നിന്നെ ഞാൻ സ്വതന്ത്രയാക്കി വിടുന്നു. ഞാൻ നിന്നെ ഇത്തുക്ക് ചൊല്ലിക്കോളാം, നിന്നെ സ്വതന്ത്രയായി വിട്ടോളാം. എനിക്ക് ഇത്തുക്ക് ചൊല്ലിയ കൂലി ഉണ്ടാവും. നീ പോയിട്ട് സ്വതന്ത്രമായിട്ട് കഴിഞ്ഞോ. നീ ചെയ്തത് ഞാൻ ഒരു പ്രത്യുപകാരവും നീ തരണ്ട, ഞാനത് പൊരുത്തപ്പെട്ടു. നീ ചെയ്ത വേല തൽക്കാലം ഞാൻ മനസ്സറിഞ്ഞ് പൊരുത്തപ്പെടാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശിക്ഷാ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല, നീ പോയിക്കോളൂ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പോ കഥ പറയാനല്ലത് പറഞ്ഞത്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ദിക്റിന്റെ മഹത്വമാണ്. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, അറിയില്ലേ നിങ്ങൾക്ക് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ? ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അതാ നസ്രാനികൾ കൊടുത്തയക്കുന്നു, വിഷം കൊടുത്തയക്കുന്നു. വിഷം, ശക്തമായ വിഷം. അങ്ങനെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് പറയാൻ, ഇൻ കുൻത സാദിഖൻ ഫീമാ സഅൻത അന്ന സുമ്മ ലാ യദുറു മഅ ഹാദിഹിൽ കലിമാത്ത്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന ദിക്റ് ചൊല്ലിയാൽ പിന്നെ ഒരു ചുക്കും അവനേൽക്കൂല എന്ന് പറയുന്നുണ്ടല്ലോ. എന്നാൽ ഇത് നിറയെ വിഷമാണ്, ഈ കുപ്പി നിറയെ വിഷമാണ്. ഇത് കഴിക്കാൻ പറ്റുമോ ഖാലിദേ? അതിന്റെ സത്യസന്ധതയൊന്ന് തെളിയിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹു അൻഹു, അതാ ഇളകാത്ത വിശ്വാസമാണ്, അടിയുറച്ച വിശ്വാസമുള്ള ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഹബീബിന്റെ തിരുനാക്ക് കൊണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ സംശയമില്ല. എടുക്ക, അതും എടുത്ത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇത് കുടിക്കണം, ഇത് കുടിച്ചിട്ട് തെളിയിക്കണം നിങ്ങളുടെ ഈ പ്രസ്ഥാനം ശരിയാണ് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു അതാ കൊണ്ടുവന്ന, കൊടുത്തയച്ചത് ഒരു ദൂതന്റെ കയ്യിലാണ്, ഒരാളെ വിട്ടിട്ടാണ് വിട്ടത്, ഇത് കൊടുത്തയച്ചത്. അപ്പൊ ആ കൊടുത്തയച്ച ആളുടെ മുന്നിൽ വെച്ച് തന്നെ ആ കുപ്പി പൊട്ടിച്ചു. എന്നിട്ടോ ബഹുമാനപ്പെട്ടവര് അത് തന്റെ കയ്യിലൊഴിച്ചു. ഫജഅലഹു ഫീ കഫിഹി ബിമഹ്ദരി റസൂലിഹി അല്ലദീ അർസലഹു ബിസ്സുമ്മീലൈ. വിഷം ആരുടെ പക്കലാണോ കൊടുത്തയച്ചത് ആ ആളെ സാക്ഷിയാക്കിയിട്ട് അയാളുടെ മുന്നിൽ വെച്ച് തന്നെ, അയാളുടെ ഹദ്റത്തിൽ വെച്ച് തന്നെ അത് ശരിക്ക് കയ്യിലേക്ക് കൊണ്ടൊഴിച്ചു, കൈപ്പത്തിയിലേക്ക് കൊണ്ടൊഴിച്ചു. ആ വിഷം കൈപ്പത്തിയിലേക്ക് കൊണ്ടൊഴിച്ചിട്ട് വബിമഹ്ദരി അസ്ഹാബിഹി, തന്റെ ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിലും
എല്ലാവരും കണ്ടു നിൽക്കുകയാണ്. വഖാല, എന്നിട്ട് മഹാനവറുകൾ ഈ വിഷത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ ഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹ് കുടിക്കുന്നത്, ബിസ്മില്ലാഹ് ഒരു കുഴപ്പം വരൂല, ഹബീബ് പറഞ്ഞതാണ്. ആ ധൈര്യത്തിലാട്ടോ ഇത് പറഞ്ഞിട്ട് സുമ്മ ലഹിസഹു, എന്നിട്ട് ഒരു തരിമ്പ് പോലും ബാക്കിയാകാതെ നക്കി അങ്ങോട്ട് കുടിച്ചു. നക്കി എടുത്തു എന്നാൽ ലഹിസാറിന്റെ അർത്ഥം. നക്കി കുടിച്ചു, നക്കി തുടച്ച് വൃത്തിയാക്കി എടുത്തു. ഫലം യദുറഹു ശൈ, ഒന്നും സംഭവിച്ചില്ല. ഇല്ല റഷ്ഹു അറഖി, ഒന്ന് ചെറുതായി ഒന്ന് വിയർത്തു എന്നതിലപ്പുറം ഒന്നും ഉണ്ടായില്ല. അത്ഭുതത്തോടു കൂടെ നോക്കി നിന്നു. അപ്പൊ തീർച്ച ഈ ഇസ്മുൽ അഅ്ളം തന്നെയാണ്, ഈ മഹത്തായ ഇസ്മു തന്നെയാണ്, ഈ ദിക്ർ തന്നെയാണ് അദ്ദേഹത്തെ ഈ മഹാ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് എന്നുറപ്പിച്ച്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ടു നിൽക്കുന്നവർ മുഴുവനും അത്ഭുതപ്പെടുകയാണ്. കണ്ടു നിൽക്കുന്നവർ മുഴുവനും അത്ഭുതപ്പെടുകയാണ് ഇത് കണ്ടപ്പോൾ. എന്താണ് ഈ കാണുന്നത്? ഈ ബിസ്മില്ല കൊണ്ടാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലോടിയത് അല്ലേ? അതിന്റെ ഓണും ഓഫും ഒക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ ബിസ്മില്ലയാ. ഇൻഷാ അല്ലാഹ് ഇനിയും പറയാനുണ്ട് ഇതേക്കുറിച്ച്. നമുക്ക് ഏതായാലും ഇനി ഒരു ദിക്റും കൂടെ വരുന്നുണ്ടല്ലോ. ബിസ്മില്ലാ വൽഹംദുലില്ലാ അൽ ഖൈറു വശ്ശർറു ബിമശിയത്തില്ലാഹ് എന്ന ദിക്ർ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് നീട്ടിവെക്ക. കാരണം പരമാവധി ചർച്ച മുന്നോട്ട് പോകണമെങ്കിൽ അത് മാത്രമേ മാർഗമുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നവന്റെ മുമ്പിൽ പിശാച് പത്തിമടക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നവന് പ്രത്യേകിച്ച് ഈ ദിക്ർ പ്രത്യേകിച്ചു. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് പറയുന്നവൻ ഒരു നിലക്കും അവൻ അപകടത്തിൽ പെടുന്നില്ല. അവൻ എല്ലാ നിലക്കും രക്ഷയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞല്ലോ. സലാസ മറാത്തിൻ, ഒരു ഹദീസിൽ അങ്ങനെ തന്നെയുണ്ട്. 3 തവണ ചൊല്ലിയാൽ അബ്ദുല്ലാഹിൽ ഹദ്ദാദിദ 3 തവണ ക്രമപ്പെടുത്തി നമ്മുടെ മുമ്പിലേക്ക് വെച്ചു ഹദ്ദാദിന്റെ ഏട്. ഇനി നമ്മളത് ചൊല്ലിയാൽ മതി. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ ഏടാണ് നിങ്ങളുടെ കയ്യിൽ തന്നത്. അത് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വിഷയങ്ങളുടെ മഹത്വങ്ങൾ നിങ്ങൾക്കും എനിക്കൊക്കെ ലഭിക്കുമെന്ന് പ്രത്യേകം പറയട്ടെ. ഒറ്റ ദിക്റും കൂടെ പരിചയപ്പെടാം. റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. നോക്ക് നിങ്ങൾ, ഇതൊക്കെ ചൊല്ലുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് എന്തൊരു തണുപ്പാ കിട്ടുക അല്ലെ? എന്തൊരു തണുപ്പാ വരുന്നത്. റദീനാ ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ രക്ഷിതാവായി ഞാൻ തൃപ്തിപ്പെട്ടു, ഞങ്ങൾ തൃപ്തിപ്പെട്ടു. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ മതമായിട്ടും പൊരുത്തപ്പെട്ടു. വബി മുഹമ്മദിൻ നബിയ്യാ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായിട്ടും ഞാൻ പൊരുത്തപ്പെട്ടു. ഇനി ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, വബി മുഹമ്മദിൻ നബിയ്യാ, ഇതിൽ 3 ദിക്റുകളും റദീനാ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യാ. കേവലം ഇത് നാക്കുകൊണ്ട് ഇങ്ങനെ ചൊല്ലല് മാത്രമാണോ? ഈ പറഞ്ഞത് നമ്മുടെ അനുസരണത്തിലേക്കും കൂടെ കൊണ്ടുവരേണ്ട സംഗതിയാണ്. റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ എന്ന് പറഞ്ഞത് അനുസരണത്തിലേക്കും കൂടെ കടന്നു വരേണ്ട സംഗതിയാണ്. കാരണം ഈ ദിക്റിനെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഈ ദിക്ർ സംബന്ധമായ ഉപദേശങ്ങൾ കൊടുക്കുമ്പോ സാഹിബുൽ ഹദ്ദാദ്, ഹദ്ദാദ് റാത്തീബ് ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ തന്നെ നൽകിയ കുറെ ഉപദേശങ്ങളുണ്ട് ഉമ്മത്തിന് ദിക്റുമായി ബന്ധപ്പെട്ട്. ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലണം, ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലണം, ഈ ദിക്റിന് ഇങ്ങനെ മഹത്വമുണ്ട് എന്നൊക്കെ പറഞ്ഞു ഉപദേശങ്ങൾ നൽകി. ആ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഉപദേശങ്ങളുടെ സമാഹാരമാണ് അന്നസാഇഹുദ്ദീനിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടേതാണ് അന്നസാഇഹുദ്ദീനിയ്യ, മതപരമായ സാരോപദേശങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. ആ ഗ്രന്ഥത്തിൽ ഈ റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞു, ഇഅ്ലമു മആശറൽ ഇഖ്വാൻ, ഓ ഇഖ്വാനുകളെ,
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. തന്റെ ഇഖ്വാനികളെ വിളിച്ചുകൊണ്ട് പറയുന്നു എന്ത്? അന്നമൻ റളിയ ബില്ലാഹി റബ്ബാ റളീനാ ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ റബ്ബായി ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കുന്ന ആളുണ്ടല്ലോ, അയാൾ യൽസമുഹു, അയാൾക്ക് നിർബന്ധമാണ് അൻ യർദാ ബിതദ്ബീരിഹി വഖ്തിയാരിഹി ലഹു വഅൻ യർദാ ബിമുർരി ഖദാഇഹി വബിമാ ഖസമഹു ലഹു മിനർ റിസ്ഖ് വഅൻ യുദാവിമ അലാ ത്വാഅതിഹി വയുഹാഫിള അലാ ഫറായിദിഹി വയജ്തനിബ മഹാരിമഹു വയകൂന സാബിറൻ ഇൻദ ബലാഇഹി ശാകിറൻ ലിനഅമാഇഹി മുഹിബ്ബൻ ലിലിഖാഇഹി റാദിയൻ ബിഹി വകീലൻ വവലിയൻ വകഫീല مخلصا له في عبادته معتمدا عليه في غيبه ومشاهدته لا يفزع في المهمات إلا إليه ولا يعذل في قضاء الحاجات إلا عليه. ഇതൊക്കെ വേണം കേട്ടോ. അപ്പോളേ റളീനാ ബില്ലാഹി റബ്ബാ എന്നതാണ് പൂർണ്ണാവുള്ളൂ. ഇതിപ്പോ എത്ര ദിവസത്തെ വായന എടുക്കണം? 5 ദിനം മതിയോ? ഈ ഒരൊറ്റ ഈ പറഞ്ഞ വിഷയം മാത്രം പറയണമെങ്കിൽ റളീതു ബില്ലാഹി റബ്ബാ, റളീനാ ബില്ലാഹി റബ്ബാ, അള്ളാനെ റബ്ബായിട്ട് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാലേ പിന്നെ പടച്ചോന്റെ തീരുമാനം പൊരുത്തപ്പെടാൻ കഴിയണം കേട്ടോ. ഒന്ന്, അള്ളാഹ് നിന്റെ പേരിൽ എന്ത് തീരുമാനം എടുത്താലും അത് പൊരുത്തപ്പെടാൻ കഴിയണം. അള്ളാഹുവിനോട് എതിര് സംസാരിക്കുന്ന രൂപം ഉണ്ടാവരുത്. റളീനാ ബില്ലാഹി റബ്ബ എന്ന് പറഞ്ഞാൽ അതിന് ആയത്ത് ഹദീസ് ധാരാളം ഓതാനുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നത് കാണാം, നമ്മളാണ് അവർക്കിടയിൽ അവരുടെ മഈശത്ത് വീതിച്ചത്, ഓഹരി വെച്ചത്. ഖസംനാ ബൈനഹും മഈശത്തും, അവരുടെ മഈശത്ത്, അവരുടെ ഉപജീവന മാർഗം നമ്മളാ കണക്കാക്കിയത് അല്ലാഹു പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് കൂടുതൽ ശമ്പളം ഉണ്ടെങ്കിൽ അവനോടൊരു ഹസദ്, ഒരാളുടെ ജോലിക്ക് ചെറിയൊരു ഉയർച്ച കിട്ടുമ്പോഴേക്ക് അവനോടൊരു കുറുമ്പ്. ഇതൊന്നുള്ളവന് റളീനാ ബില്ലാഹി റബ്ബ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു റളീനാ ബില്ലാഹി റബ്ബ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉണ്ടാകരുത്. കാരണം റബ്ബ് എനിക്ക് തന്നില്ല, അവന് കൊടുത്തു. എത്ര സുഖമുണ്ട് മനസ്സിലാക്കാൻ. ഇത് മനസ്സിലാക്കാൻ എന്തൊരു എളുപ്പമുണ്ട്. എനിക്ക് റബ്ബ് തന്നില്ല, അവന് കൊടുത്തു. എനിക്ക് തന്നതൊക്കെ പെൺമക്കളാണ്, അവന് കൊടുത്തതൊക്കെ ആൺമക്കളാണ്. അള്ളാഹു അങ്ങനെയാണ് തീരുമാനിച്ചത്. അതിൽ ഖൈറുണ്ടാകും. പടച്ചോൻ എന്ത് ചെയ്താലും അതിൽ ഖൈറുണ്ടാകുന്നല്ലേ. റളീനാ ബില്ലാഹി റബ്ബാ. അപ്പൊ പടച്ചോൻ തരുന്നത് പൊരുത്തപ്പെടാൻ കഴിയണം. അപ്പോഴാണ് അള്ളാഹുവിനെ റബ്ബായി പൊരുത്തപ്പെടുക, അള്ളാഹുവിനെ രക്ഷിതാവായി പൊരുത്തപ്പെട്ടു. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്താ ഈ റബ്ബ് എന്ന് പറഞ്ഞാൽ? രക്ഷിക്കുന്നവനാണ്. രക്ഷിക്കുന്നവനായി പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ റബ്ബിനോട് പ്രതിഷേധ സ്വരം പാടുണ്ടോ? പറ്റൂല. അള്ളാഹുവിനോട് പറയാം നിന്നെ ഞാൻ രക്ഷിതാവായി പൊരുത്തപ്പെട്ടു. ആ പദം തന്നെ അംഗീകരിക്കുന്നില്ല ഈ പ്രതിഷേധം. പ്രതിഷേധ സ്വരം പലപ്പോഴും നമ്മളിൽ ഉണ്ടാകുന്നതാണ്. ഒരാൾക്ക് രോഗം വന്നു, ഒരാൾക്കൊരു രോഗം വന്നു. ഈ ആഴ്ച പോയി ടെസ്റ്റ് ചെയ്തപ്പോ അയാൾക്ക് ഷുഗർ ഉണ്ട്. അടുത്ത ആഴ്ച പോയപ്പോ പ്രഷറും ഉണ്ട്. പിറ്റത്തെ ആഴ്ച പോയപ്പോ കൊളസ്ട്രോളും ഉണ്ട്. ചില ഗൾഫുകാരൊക്കെ തമാശക്ക് പറയാറുണ്ട്, വയസ്സ് 35 ആയുള്ളൂ, കിട്ടേണ്ടതൊക്കെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്. സാധാരണ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തില് റളീനാ ബില്ലാഹി റബ്ബ എന്നുള്ളതിന് വലിയ സ്ഥാനമുണ്ട്. എന്താ കാരണം? ഇയാൾ ഈ 3ാമത്തെ ആഴ്ചയും ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ വരുമ്പോ ഷുഗറും ഉണ്ട്, പ്രഷറും ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട്, ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ എന്താണ് പാട്? ടെസ്റ്റ് ചെയ്തിട്ട് എന്താ പരിപാടി? അപ്പൊ ഇയാൾ ഇങ്ങനെ പറയാം, എന്താന്നറിയില്ല, ഇപ്പോ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ കൊളസ്ട്രോളും ഉണ്ട്, പ്രഷറും ഉണ്ട്, ഷുഗറും ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട്. എന്റെ അയലൊക്കെക്കാരായ മൂട്ടി ഇത് 3ഉം ഇല്ലാതെയാണല്ലോ അയാൾ നിൽക്കുന്നത്. ഇത് 3ഉം കൂടെ എനിക്ക് തരേണ്ടിയിരുന്നു. ഒന്ന് അയാൾക്ക് കൊടുത്തുകൂടായിരുന്നു, ഒന്ന് ഇങ്ങേ പുറത്തുള്ളവന് കൊടുത്തുകൂടായിരുന്നു. ഈ ഒരു തൃപ്തിക്കുറവുണ്ടെങ്കിൽ റളീനാ ബില്ലാഹി റബ്ബാ എന്ന് പറഞ്ഞത് പൊരുത്താവൂല. മല്ലം യർള ബിഖളാഇ വലം യസ്ബിർ അലാ ബലാഇ ഫല്ലതുലുബ് റബ്ബൻ സിവായി. ഖുദ്സിയായ ഹദീസാ. റസൂലുള്ളാഹിനോട് അല്ലാഹ് പറഞ്ഞു, മല്ലം യർള ബിഖളാഇ, എന്റെ തീരുമാനം ഫൈനലാണ്, ആ തീരുമാനം പൊരുത്തപ്പെടാൻ തയ്യാറില്ലാത്തവൻ. ഞാൻ വിചാരിച്ചവൻ 5 പെൺകുട്ടികളാണ്, ഓനത് പൊരുത്തപ്പെടാൻ തയ്യാറില്ലെങ്കിൽ, ഞാൻ വിചാരിച്ചതോന 5000 രൂപേന്റെ ജോലിയാ, അതിൽ പൊരുത്തപ്പെടാൻ തയ്യാറില്ലെങ്കിൽ, ഞാൻ തീരുമാനിച്ചത് 25ാമത്തെ വയസ്സിൽ അവന്റെ തലമുടി നരപ്പിക്കാനാണ്, അല്ലെങ്കിൽ 20ാമത്തെ വയസ്സിൽ അവന്റെ തലമുടി നരപ്പിക്കാനാണ് തീരുമാനിച്ചത് എങ്കിൽ വിധിയോട് ഏറ്റുമുട്ടി ലോകത്താദ്യമായിട്ടും നരച്ച മുടി കറപ്പിച്ചത് ഫറോവയാണ്.
ഈ സ്വഭാവത്തിലേക്ക് തിരിഞ്ഞ് നേരം വെളുത്താൽ കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നിട്ട് കറുപ്പിക്കുന്ന സ്വഭാവമാണ് അവനുള്ളതെങ്കിൽ മല്ലം യർളബി ഖളാഇ, എന്റെ വിധി പൊരുത്തപ്പെടാൻ തയ്യാറല്ലെങ്കിൽ, വലം യസ്ബിർ അലാ ബലായി, എന്റെ പരീക്ഷണം ക്ഷമിക്കാൻ തയ്യാറല്ലെങ്കിൽ, ഫല്യത്റുബ് റബ്ബൻ സിവായി, എനിക്കോ എന്റെ റബ്ബാകാൻ പറ്റൂല, ഞാനല്ലാത്ത ആരെങ്കിലും രക്ഷിതാവായി കിട്ടോ നോക്കിക്കോട്ടെ, എനിക്ക് മതി, എനിക്ക് ഞാനെ പോറ്റാനാവൂല. അള്ളാഹ് പറയാണ്. അള്ളാഹു നമ്മുടെ രക്ഷാകർത്തൃത്വം കൈയൊഴിഞ്ഞാൽ പിന്നെ ആരാ നമ്മളെ ഏറ്റെടുക്കാനുള്ളത്? ചോദിക്കട്ടെ ഞാൻ. അള്ളാഹു എനിക്ക് നിങ്ങളെ നോക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ? പിന്നെ അള്ളാഹ് റഹ്മാൻ ആയതുകൊണ്ട് ഇത് ഇങ്ങനെ വെച്ച് പോണ് മുന്നോട്ട് എന്ന് മാത്രം അല്ലേ? റഹ്മാനായ അനുസരിക്കണം എന്നില്ല, അല്ലെങ്കിലും കിട്ടും. പക്ഷെ നല്ലോണം കരുതണം, നല്ലോണം കരുതണം. അള്ളാഹുവിന്റെ വിധിയുമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവാൻ പറ്റില്ല. അള്ളാഹു എന്ത് തന്നാലും സന്തോഷത്തോടെ സ്വീകരിക്കാം. റളീനാ ബില്ലാഹി റബ്ബാ. ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് തുടങ്ങി, ഒരാഴ്ച കൊണ്ടത് തകർന്ന് പൊളിഞ്ഞങ്ങ് പോയി. അള്ളാഹുവിനോട് പ്രതിഷേധം പറയരുത്. എന്ത് പണിയാ പഠിച്ചോനെ ഈ കാട്ടിയത്? ഞാൻ എങ്ങനെ ഒപ്പിച്ച പൈസയത്? എനക്കറിയില്ലേ പഠിച്ചോനെ ഇത്? നീ എന്തുകൊണ്ടാ എന്നെ ഇങ്ങനെ ഇക്കോലത്തിലാക്കിയത്? ചില ആളുകളൊക്കെ പറയും, ചിലപ്പോ ഇങ്ങനെ ചോദിച്ചാൽ എന്താ ആചാര്യ വർത്താനം, എന്താണെന്നറിയില്ല ഉസ്താദേ, ഒരു ബർക്കത്തുമില്ല. ആ പറച്ചിലൊക്കെ ഇങ്ങനെ കേട്ടാലും ഒരു ബർക്കത്തുമില്ല, തൊടുന്നതിലൊക്കെ പരാജയം. അള്ളാഹ് എന്താ എന്നെ കൊണ്ട് കണ്ടതെന്ന് അറിയില്ല. നമ്മളൊക്കെ തന്നെ ഉണ്ടല്ലോ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ വല്ലാതെ കുന്നുകൂടി നിൽക്കുമ്പോ നമ്മളിങ്ങനെ ചോദിക്കും പഠിച്ചവനോട് തന്നെ നേരിട്ട്, അല്ല പഠിച്ചവനെ എന്താ പായമുട്ടിനെ കൊണ്ട് കണ്ടത് അല്ലേ? ഈ ശൈലി ഇത് മാറിക്കിട്ടും. ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലുക. ആ ദിക്ർ ചൊല്ലുമ്പോ പടച്ചവന്റെ വിധിയും തീരുമാനവും ഞാൻ അംഗീകരിക്കാൻ നിർബന്ധിതനാണെന്ന ബോധം, അപ്പോഴല്ലേ രക്ഷിതാവായി അംഗീകരിക്കാന്ന് പറയുന്നതിന് അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പോഴേ ഉണ്ടാവുള്ളൂ. നമ്മൾക്ക് ചിലപ്പോ തോന്നും ഈ രോഗം എനിക്ക് തന്നത് എന്നെ ശല്യം ചെയ്യാനാണ്. ഞാൻ അതും കൂടെ പറയാം. എന്താ എന്റെ ഈ ബിസിനസ് പൊളിഞ്ഞു പോകുമ്പോ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കിയിട്ട് ബിസിനസ് ചെയ്ത് കടത്തിലായപ്പോ റളീനാ ബില്ലാഹി റബ്ബാന്ന്, വേറെ പണിയൊന്നുമില്ലല്ലോ എന്നൊരാൾ പറഞ്ഞാൽ അങ്ങനെ പറയേണ്ടത്. റസൂലുള്ളാഹി പറയുന്ന കാരണം എന്താ? നിനക്ക് തിരിയൂല, ചിലപ്പോ ഇത് നിനക്ക് ഹൈറിനായി. ഇതെപ്പോഴാ തിരിയറിയോ? നെയ്യും നിന്റെ അയൽവക്കക്കാരനും ഒറ്റ ദിവസം കച്ചവടം നടത്തി തുടങ്ങിയത്. ഒറ്റ ദിവസം കച്ചവടം തുടങ്ങി 2 ഉദ്ഘാടനം ചെയ്ത ഒരാളായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ട്. 2 കട ഉദ്ഘാടനം ചെയ്ത ഒറ്റ ആളായിരിക്കും. ഒരു ദിവസമായിരിക്കും തുടങ്ങിയത്, ഒരു അങ്ങാടിയിലായിരിക്കും തുടങ്ങിയത്. ഒക്കെ ശരിയായിരിക്കും, നിന്റെ പൊളിഞ്ഞു. അപ്പൊ നീ പ്രതിഷേധിക്കരുത്. കാരണം മറ്റേയാൾക്ക് ഉഷാറായി. അതിങ്ങനെ പറക്കുമ്പോ നിനക്ക് ഈ പ്രതിഷേധ സ്വരം അങ്ങനെ വരും. അങ്ങനെ സുഖമില്ലാതെ നീ കിടപ്പിലായി, അയാളും കിടപ്പിലായി. അപ്പോ അന്ന് അയാൾ പച്ചക്കറി ഇറക്കുമതി കയറ്റുമതിക്ക് എടുത്ത ലൈസൻസിന്റെ മറവിൽ ഇന്ന് അയാളുടെ മക്കള് ആ ലൈസൻസിന്റെ മറവിൽ ചെയ്യാത്ത ഒരു പേക്കുത്തൂല്ല. മറ്റു പലതുമാണ് കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നീ കിടക്കയിൽ കിടന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, എന്ത് പടച്ചോനെ, അന്ന് നീ എന്റെ ബിസിനസ് പൊളിച്ചെന്നതുകൊണ്ട് വളരെ ഹൈറായി പോയി. എന്റെ മക്കൾ കഷ്ടപ്പെട്ട് കൂലിവേല ചെയ്താണ് ജീവിക്കേണ്ടി വരുന്നതെങ്കിലും ഈ ഒരു അവസ്ഥയിലേക്ക് എന്റെ മക്കൾ പോയില്ലല്ലോ. ഞാൻ നേടിക്കൊടുത്ത ലൈസൻസിന്റെ മറവിൽ അവർ നിനക്ക് പൊരുത്തക്കേടുകൾ ചെയ്തില്ലല്ലോ തോന്നും. ചിലത് കുറെ കഴിയേണ്ടി വരും തീരുമാനം അറിയണമെങ്കിൽ. ചിലത് എനിക്ക് ഹൈറായിരുന്നു എന്ന് തിരിയണമെങ്കിൽ കുറെ ആണ് മുന്നോട്ട് പോകേണ്ടി വരും. നമുക്കൊരു ഓപ്പറേഷൻ, വലിയൊരു ഓപ്പറേഷന് വേണ്ടി നമ്മെ ഡോക്ടറുടെ അടുത്ത് എത്തിക്കുകയാണ്, വിധേയനാക്കുകയാണ്. ആ സമയത്ത് വാപ്പ ഡോക്ടർ മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടൊരു ഒപ്പിടണം. ഈ ഒപ്പ് വെക്കണം എന്ന് പറയുമ്പോൾ വാപ്പ അവിടെ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ ചിന്തിക്കുകയാണ്, വല്ലാത്ത കണ്ണുചോരല്ലാത്തൊരു തന്ത തന്നെ, മരിച്ചാലും കുഴപ്പമില്ലാന്ന് ഒപ്പിടേ എന്ന് ചിന്തിക്കൂലല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ അത് അപകടമാണ്. കാരണം എന്റെ രക്ഷിതാവാണ് എന്റെ വാപ്പ എന്ന് മനസ്സിലായാൽ എന്നെ രക്ഷിക്കേ ഉള്ളൂ വാപ്പ, ഈ ചെയ്യുന്നതും രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് ബോധ്യപ്പെടും. അങ്ങനെ കീറാനും മുറിക്കാനും ഒക്കെ അനുവദിക്കാണ്. രോഗമൊക്കെ സുഖപ്പെട്ടു വരുമ്പോ അവന് തിരിയും, അന്നാ ഒപ്പിട്ടത് എത്ര വലിയ അനുഗ്രഹമായി എന്നതുപോലെയാണ് പടച്ചോൻ ചില പരീക്ഷണങ്ങൾ നമുക്കെതിരെ കൊണ്ടുവരുമ്പോ നമുക്കത് തൽക്കാലം പ്രതികൂലാണെന്ന് തോന്നിയാലും ഇനി ദുന്യാവിൽ അതൊരു മഹാനാശായിട്ട് തന്നെ നമ്മൾ ചിത്രീകരിച്ചു. ആഖിറത്തിൽ ചിലപ്പോൾ ആ ഒരൊറ്റ പരീക്ഷണം അയാൾ സഹിച്ചതിന്റെ പേരിൽ അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം കണക്കാക്കും. പോരെ, സ്വർഗത്തിൽ കടന്ന അയാൾ പറയും, പടച്ചോനെ നിനക്ക് എന്റെ ജീവിതം മുഴുവനും എന്നെ പരീക്ഷിക്കായിരുന്നു എന്ന് പറയും. കാരണം സ്വർഗം തന്നില്ലേ അതിന് പകരം. അപ്പൊ ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവൻ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു വാക്കാത് റളീനാ ബില്ലാഹി റബ്ബാ. അതിൽ ശരിക്കും റബ്ബിനെ ശരിക്കങ്ങോട്ട് പൊരുത്തപ്പെടണം. അതൊക്കെ പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്. ഇപ്പൊ അടുത്തൊരു ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, ഒരു വാപ്പ മരിച്ചു.
മുതലൊക്കെ കോരി വെച്ചപ്പോൾ പെങ്ങൾക്ക് പകുതി മുതലാണല്ലോ ഉണ്ടാകുക. പെങ്ങൾക്ക് പകുതി മുതലേ ഉണ്ടാവുള്ളൂ. ആണിന്റെ പകുതി മുതലാണല്ലോ പെണ്ണിന് കിട്ടുക. ആണിന്റെ പകുതിയേ ഉണ്ടാവുള്ളൂ, പെണ്ണിന്റെ ഇരട്ടി ആണിനുണ്ടാവും. ഇസ്ലാം അങ്ങനെയാണ് കണക്കാക്കിയത്. അതിന് പല യുക്തികളുണ്ട്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, മുതൽ ഓഹരി ഭാഗം കഴിഞ്ഞപ്പോ ഒരു പെങ്ങള് പരസ്യമായിട്ട് ഓഹരി ഭാഗത്ത് നിന്ന് പറഞ്ഞത്രേ, ഏത് പടച്ചോനായി നിയമമൊക്കെ ഉണ്ടാക്കിയത് നോക്കുങ്ങള്. ആ പെണ്ണിന്റെ ഒക്കെ ഈമാൻ ഏത് ഭാഗത്തുള്ളത്? ഏത് പടച്ചോനാണ് ഈ ശരീഅത്തിന്റെ നിയമമൊക്കെ ഉണ്ടാക്കിയത്? പെണ്ണുങ്ങൾക്ക് പകുതി. റദീനാ ബില്ലാഹി റബ്ബാ. പെണ്ണിനെ സംരക്ഷിക്കാൻ എത്ര പേരുണ്ട് ചിന്തിക്കണം. ആണും പെണ്ണും ഒരുപോലെയല്ല. ഡബിൾ മുതലും കൊടുത്താ പോരാണിന് എന്നുള്ള മട്ടിലാ വരിക. എന്നാൽ പെണ്ണിന് പകുതി അനുവദിച്ചില്ലേ എന്ന് കരുതിയിട്ട് റഹ്മാനായ റബ്ബ് എന്ന് പറയേണ്ടതിന് പകരം ഏത് പടച്ചോനായി നിയമമുണ്ടാക്കിയത് എന്ന് ചോദിക്കുന്നത് എത്ര വലിയ ക്രൂരതയാണ്. റദീനാ ബില്ലാഹി റബ്ബാ. റബ്ബിനെ ഞാൻ, അല്ലാഹുവിനെ ഞാൻ രക്ഷിതാവായി പൊരുത്തപ്പെട്ടു എന്ന് പറയാൻ കഴിയണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അത് പറയാൻ കഴിയണം. ഇങ്ങനെ പറയാൻ കഴിയുന്ന കുറെ മനുഷ്യന്മാരുണ്ട് കേട്ടോ. ഇങ്ങനെ പറയാൻ കഴിയുന്നവരുണ്ട്. ഞാൻ ആലോചിച്ചു പോകുന്നു. ഞാൻ കണ്ട കുറെ മുഖങ്ങള് എന്റെ ഹൃദയത്തിലേക്ക് ഈ സമയത്ത് കടന്നു വരുന്നുണ്ട് സഹോദരങ്ങളെ. എന്താ കാരണം? രണ്ട് കൈമുറിക്കപ്പെട്ട് രണ്ട് കയ്യുമില്ലാത്ത ആ സഹോദരനെ നമ്മൾ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് കരുതി ചെല്ലുമ്പോൾ അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ വിധിയല്ലേ, ഖളാ അല്ലേ, ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയാ, ഉസ്താദേ രണ്ട് കൈയല്ലേ പോയിട്ടുള്ളൂ, കാല് പോയിരുന്നെങ്കിൽ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റൂലല്ലോ, ഇപ്പൊ എനിക്ക് എഴുന്നേറ്റ് നടന്നൂടെ. ഇതാണ് റളീനാ ബില്ലാഹി റബ്ബാ. അതിന് നല്ല ഈമാൻ വേണം. റളീനാ ബില്ലാഹി റബ്ബാ. അല്ലാഹുവിനെ ഞാൻ എൻ്റെ രക്ഷിതാവായി പൊരുത്തപ്പെട്ടിരിക്കുന്നു. അത് പറഞ്ഞാൽ റബ്ബിന്റെ തീരുമാനങ്ങളിൽ അല്ലാഹുവിന്റെ തീരുമാനങ്ങളിൽ സംതൃപ്തി അടയണം. അല്ലാഹു തന്ന ധനം, അല്ലാഹു തന്ന ആരോഗ്യം, അല്ലാഹു തന്ന കുടുംബം, അല്ലാഹു തന്ന മക്കള്, അതിലൊക്കെ നീ സംതൃപ്തി അടയണം. അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യണം. അല്ലാഹ് വേണ്ടാന്ന് പറഞ്ഞത് ഒഴിവാക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കണം. അല്ലാഹുവിനെ കാണാൻ എപ്പോഴും മോഹമുണ്ടാവണം. സർവ്വ വിഷയങ്ങളിലും അത്താണിയായിട്ട് അല്ലാഹുവിനെ കാണണം. റദീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ. ഇസ്ലാം മതമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിനെ മതമായി പൊരുത്തപ്പെട്ടു എന്ന് പറയുന്ന പെങ്ങളെ, പിന്നെ നിനക്ക് എന്തുണ്ടാവരുത്? തലമറക്കാൻ മടിയുണ്ടാവരുത്. ഇസ്ലാമിനെ മതമായി പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇസ്ലാം വിലക്കിയ കാര്യങ്ങളിലൂടെ സഞ്ചരിക്കുക, ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. വബിൽ ഇസ്ലാമി ദീന എന്ന് ഈ ആധുനിക വർത്തമാന കാലഘട്ടത്തിൽ സംസാരിക്കുകയാണെങ്കിൽ വളരെ കൂടുതൽ പറയാനുള്ള കാര്യമാണ്. ഞാൻ ഇത് കൂടുതൽ പറയണമെന്ന് കരുതിയതാണ്, പക്ഷേ തൽക്കാലം സമയം അനുവദിക്കാത്തതുകൊണ്ട് ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചുരുക്കിയെ പറയുന്നുള്ളൂ. വബിൽ ഇസ്ലാമി ദീന. ഇന്ന് എത്ര പ്രസക്തി ഉണ്ട് ഇതിന്. ഇസ്ലാമിന്റെ മുഴുവൻ നിയമങ്ങളെയും കാറ്റിൽ പറത്തിയിട്ട ഇന്ന് താണും പെണ്ണും ജീവിക്കുന്നത്. എവിടെയാ വബിൽ ഇസ്ലാമി ദീന? ഇസ്ലാമിനെ മതമായി പൊരുത്തപ്പെട്ടു എന്ന് എവിടെയാ പറയുന്നത്? ഓരോ അനക്കത്തിലും അടക്കത്തിലും പാശ്ചാത്യനെ അനുകരിക്കണമെന്നതാണ് മനസ്സിലുള്ള കമ്പം. പിന്നെ എവിടെയാ വബിൽ ഇസ്ലാമി ദീന? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്ക്. തലമറക്കാത്ത പെണ്ണ്, മറക്കാത്ത പെണ്ണ്, ആ പെണ്ണ് നാട്ടിന്റെ ശാപമായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അങ്ങാടിയിൽ ആടിനെ വിട്ടതുപോലെ അങ്ങാടിയിൽ ഇറങ്ങി നടക്കുന്ന പെണ്ണുങ്ങള് ശരിക്കും ശ്രദ്ധിച്ചോ? ഒരല്പമെങ്കിലും മറപാലിച്ച പെണ്ണെ, ഒരല്പമെങ്കിലും വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടാൻ നോക്കിക്കോ. കാരണം ഇതൊക്കെ അപകടമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ശക്തമായ താക്കീതാ നൽകിയിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദര, റസൂലുള്ളാഹി തങ്ങൾ എത്ര ഹദീസുകളിലൂടെയാണ് എന്റെ പ്രഭാഷണങ്ങളിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ ഒരു വിഷയമാണിത്. ഞെരിയാണിയുടെ താഴെ മുണ്ട് ധരിക്കരുത്, പാൻസ് ധരിക്കരുത്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് നന്നായ ഒരു കൂട്ടം ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കി കാണിക്കാൻ സാധിക്കും. ഈമാനുള്ളത് കൊണ്ടാണ്. വബിൽ ഇസ്ലാമി ദീന. ഈ പറയുന്നത് നിങ്ങൾ സത്യസന്ധമായിട്ടാണെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളോട് പറയട്ടെ, വബിൽ ഇസ്ലാമി ദീന എന്ന് സത്യസന്ധമായിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ മോമിനിങ്ങളെ, നിങ്ങളുടെ ഞെരിയാണിയുടെ താഴെ പാൻസ് ഇറങ്ങാൻ പറ്റൂല, തുണി ഇറങ്ങാൻ പറ്റൂല, മടക്കി കുത്തി ഉളുപ്പില്ലാതെ റോട്ടിലൂടെ നടക്കാൻ പറ്റൂല വാപ്പാര്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. വബിൽ ഇസ്ലാമി ദീന എന്ന് പറയാ. എന്നിട്ട് ഇസ്ലാമിനെ കാറ്റിൽ പറത്തി ജീവിക്കുക.
പറ്റൂല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എവിടെയാ കുത്ത് കിട്ടിക്കിടക്കുകയാണ്. കുത്ത് കിട്ടിയിട്ട് ബോധം പോയിട്ടുണ്ട്. ചിലപ്പോൾ ബോധം വരും, ചിലപ്പോൾ പോകും, ചിലപ്പോൾ വരും, അങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവസാനത്തെ കാഴ്ച കാണാൻ ക്യൂ സിസ്റ്റം പാലിച്ച് ആളുകൾ, നാട്ടുകാർ മൊത്തം വന്നിട്ട് ഇങ്ങനെ കണ്ടുപോകുമ്പോ, ഇടക്ക് ബോധം തെളിയുമ്പോ അവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും അടിമുടി നിരീക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്. ആ കൂട്ടത്തിൽ ഞെരിയാണി വിട്ട് താഴെ മുണ്ടിറങ്ങിയ ഒരു സഹോദരനെ കണ്ടപ്പോ ആ മരണവേദനയിലും ഏത് ഘട്ടാണത് എന്ന് ആലോചിക്കണം. അപ്പോഴും പറഞ്ഞു, മോനെ നിന്റെ മുണ്ടൊരൽപ്പം പൊക്കിയെടുക്ക്. ഇത്ര ഗൗരവമുള്ള വിഷയം ഇന്ന് ചെറുപ്പക്കാർ ദാ അടിച്ചു വാരിങ്ങനെ നടക്കുക അല്ലേ? എന്തുമാത്രം വൃത്തികേട്, എന്തുമാത്രം വൃത്തികേട്, എന്തുമാത്രം വൃത്തികേടാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിന്റെ പണിയെടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുക, റോഡ് വൃത്തിയാക്കി, കാഷ്ടവും മൂത്രവും കഫവും എന്തൊക്കെയാണോ ഉള്ളതെങ്കിൽ, കഫമുണ്ട്, മൂത്രമുണ്ട്, കാഷ്ടമുണ്ട്, അതുപോലെ തന്നെ മറ്റ് അഷണ്ടകൾ എന്തൊക്കെ റോട്ടിലുണ്ടോ അതൊക്കെ വലിച്ച് വാരി തോട്ടിയായിട്ട് നടക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ ഇതേക്കുറിച്ച് ഒരിക്കൽ അദ്ദേഹത്തിന്റെ കഥയിൽ എഴുതുന്നുണ്ട്. ആധുനിക ചൂൽ പാൻറ്റുകള്, ആധുനിക ചൂൽ പാൻറ്റുകള്, വല്ലാത്തൊരു പ്രയോഗമാണ് അത്. ഈ ചൂൽ പാൻറ് വളരെ കറക്റ്റാണ്. ചൂലുകൊണ്ട് അടിച്ചാരിങ്ങനെ നടക്കുമ്പോൾ ഒക്കെ അടിച്ച് വൃത്തിയാക്കി നടക്കുക. എന്നിട്ട് നിസ്കരിക്കാൻ വന്ന് കയറുമ്പോ ഇതൊക്കെ മടക്കി ചുരുട്ടി കുത്തിയിട്ട് എല്ലാം കൂട്ടിയിട്ട്, ഇത് പശുവിന്റെ കാഷ്ടമുണ്ട്, പശുവിന്റെ മൂത്രമുണ്ട്, നായിയുടേതുണ്ട്, പട്ടിയുടേതുണ്ട്, എല്ലാം കൂടെ കൂട്ടിയിട്ട് അല്ലാഹു അക്ബർ. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തുമാത്രം അക്രമാണ് ഈ ഉമ്മത്തിന്റെ മക്കൾ ഈ ചെയ്തു കൂട്ടുന്നത്. വബിൽ ഇസ്ലാമി ദീന. ഈ കാലഘട്ടത്തിൽ പേടിക്കണം എല്ലാം. പിന്നെ ഇസ്ലാമിക അനുഷ്ഠാന കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. ചെയ്യാണെങ്കിൽ തന്നെ പേരിന് എന്ന് നബി പറഞ്ഞ അതേ കാലഘട്ടം. ഇസ്ലാം പേരിന് മാത്രം എന്ന് പറഞ്ഞാൽ പേര് കേട്ടാ ജാഫർ മുഹമ്മദ് എന്ന് മാത്രമാണോ അങ്ങനെ തോന്നുന്നുള്ളതാണോ അതിന്റെ അർത്ഥം? ഇസ്ലാമിന്റെ പേര് മാത്രമേ അവശേഷിക്കുള്ളൂ എന്നാ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമിന്റേതല്ല പറഞ്ഞത്. ശ്രദ്ധിക്കണം അവിടെ ഹദീസ്. ഇസ്ലാമിന്റെ പേര് മാത്രമേ അന്ന് അവശേഷിക്കുള്ളൂ. എന്നാൽ പേര് കേട്ടാ മുസ്ലിമാണെന്ന് തോന്നുന്നുള്ളത് മാത്രമല്ല, എന്നാ അത് തന്നെയല്ല, പേര് കേട്ടാ തന്നെ മുസ്ലിമാണെന്ന് തോന്നില്ല. എന്നാലോ ഇസ്ലാമിന്റെ പേരുകൾ മാത്രം അവശേഷിക്കും എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? ഷഹാദത്ത്, കലിമ, നിസ്കാരം, സക്കാത്ത്, ഹജ്ജ്, നോമ്പിലെ ആ 5 കാര്യവും ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ അതൊക്കെ പേരിനെ ഉണ്ടാവുള്ളൂ. നിസ്കരിച്ചിട്ടുണ്ടോ വെച്ചാൽ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് വിൽക്കുന്നുണ്ടോ വെച്ചാൽ നോമ്പ് വിൽക്കുന്നുണ്ട്. അതൊന്നും കോലം പോലെ ആകുന്നില്ല. ഇതാണ് നടക്കാൻ പോകുന്നത്. കറക്റ്റ് അതല്ലേ എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അപ്പൊ ഇസ്ലാം എന്ന മഹാഭാഗ്യം നമുക്ക് കിട്ടി. ആ ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിച്ച് റളീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയ്യാ വബി മുഹമ്മദിൻ നബിയ്യ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയായി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞവൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി അല്ലാഹ് തങ്ങൾ 3 എണ്ണത്തിനും പറയുന്നുണ്ട്. ഇത് പറഞ്ഞവൻ മൻ റളിയ ബിൽ ഇസ്ലാമി ദീന എന്ന് പറഞ്ഞവൻ ഇസ്ലാമിന്റെ മുഴുവൻ ചിഹ്നങ്ങളെയും ആദരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വബി മുഹമ്മദിൻ നബിയ്യാ എന്ന് പറഞ്ഞവൻ, ആ പറഞ്ഞ വ്യക്തി അവൻ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഉപദേശങ്ങൾ മുഴുവനും കേട്ടോളണം. റസൂലുള്ളാഹിനോട് അവന് മഹബത്തുണ്ടാവണം. നബി നബിയാണെന്ന് അംഗീകരിക്കണം. നബി ഒരു സാധാരണ മനുഷ്യനാണെന്ന മൈൻഡ് പോരാ. വബി മുഹമ്മദിൻ നബിയ്യാ റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. അത് നാക്കുകൊണ്ട് ചൊല്ലുന്നതിലപ്പുറം അബ്ദുല്ലാഹി അല്ലാഹ് തങ്ങൾ പറയാണ്, അയ്യുഹൽ മുഅ്മിൻ അൻ തുതാലിബ നഫ്സക ബിതഹഖീഖി ഹാദിഹിൽ മാനി. ഈ കാര്യങ്ങളൊക്കെ നിന്റെ മനസ്സിൽ നീ ശരിക്കും ഉറപ്പിച്ചാളാ. വലാ തഖ്നഉ മിൻഹാ ബിമുജറദിൽ ഖൗലി ബിൽ ലിസാൻ. കേവലം അത് നിന്റെ നാക്കുകൊണ്ട് മാത്രം പറഞ്ഞ് തൃപ്തിയടയണ്ട. അതുമൊരു തൃപ്തിയടയണ്ട. നാക്കുകൊണ്ട് അത് ചൊല്ലി എന്നുള്ള തൃപ്തി അടഞ്ഞത് കൊണ്ട് മാത്രമായില്ല. നീ കുറെയൊക്കെ ഇത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണം. ഫഇന്നഹു ഖലീലുൽ ജദ്വാ. നാക്കുകൊണ്ട് മാത്രം പറഞ്ഞാൽ അതിന് ഫലം കുറവാണ്. വഇൻ കാന ലാ യഖ്ലു അമ്മൻഫ. തീരെ ഉപകാരം കിട്ടൂല എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ശരി,
തീരെ ഉപകാരം കിട്ടില്ല, വെറും നാക്കൊണ്ട് പറഞ്ഞാലും ഒരു ഉപകാരവും ഇല്ലാന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഉപകാരപ്പെടണമെങ്കിൽ, അർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇത് നിനക്ക് ഉപകാരപ്പെടണമെങ്കിൽ നിന്റെ കർമ്മവും കൂടെ നീ ചിട്ടപ്പെടുത്തിയെടുക്കണം. റളീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയ്യാ. അപ്പൊ ഈ സംഭവം, ഈ ദിക്ർ വളരെ ഭംഗിയുള്ളൊരു ദിക്ർ തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ ഈ ദിക്ർ ചൊല്ലണം എന്ന് വരുന്നില്ലല്ലോ. ഈ ദിക്ർ ചൊല്ലണം എന്നുള്ളതിന് തെളിവ് തന്നെ പറയണം. ആ തെളിവും കൂടെ പറഞ്ഞു നിർത്താം. ബഹുമാനപ്പെട്ട നബി ഇമാം റളിയല്ലാഹു അൻഹു അദ്കാറിൽ പറഞ്ഞ തെളിവ്, സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ ഖാല ഹീന യുംസി, ഒരാൾ വൈകുന്നേരം പറഞ്ഞാൽ, എന്താ പറഞ്ഞത്? റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ നബിയ്യാ. അതേ വാക്ക് എന്ന് പറഞ്ഞാൽ കാന ഹഖ്ഖൻ അലല്ലാഹ്, അല്ലാഹ് ഏറ്റെടുത്തിരിക്കുന്നു, അയ്യുർളിയഹു, അല്ലാഹനെ റബ്ബായിട്ടും ഇസ്ലാമിനെ മതമായിട്ടും മുഹമ്മദ് നബിയെ നബിയായിട്ടും തൃപ്തിപ്പെടുത്തുന്ന കാര്യം അല്ലാഹ് ഏറ്റെടുത്തിരിക്കുന്നു. ഇത് മൂന്നട്ടം പറയുകയാണെങ്കിൽ അവനെ അല്ലാഹു അങ്ങനെ ആക്കി കൊടുക്കും. അപ്പൊ അബ്ദുല്ലാഹി തങ്ങൾ ആ ദിക്റും ഉൾപ്പെടുത്തിയതിന് മാനം കണ്ടു. ഇങ്ങനെ ഓരോന്നും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ടതാണ്. നഹ്നു ഫീ റൗഹിൻ വറാഹ വഹുബൂരിൻ വസ്തിറാഹ നിഅമത്തുൽ ഇസ്ലാമി അല നിഅമത്തിൻ ഹല്ലതു ബിസാഹതി. അബ്ദുല്ലാഹി തങ്ങളുടെ രണ്ടു വരി കവിതയാണ്, ഹൃദ്യമായ കവിതയാണ്. നഹ്നു ഫീ റൗഹിൻ വറാഹ, ഞങ്ങൾ വലിയ സന്തോഷത്തിലും സന്തുഷ്ടിയിലുമാണ്. വഹുബൂരിൻ വസ്തിറാഹ, ആനന്ദത്തിലും അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ നിലക്കുമുള്ള ഉൾനിറവിലുമാണ് ഞങ്ങളുള്ളത്. മനസ്സ് നിറയുകയാണ്. നിഅമത്തുൽ ഇസ്ലാമി അഅല നിഅമത്തിൻ ഹല്ലതു ബിസാഹതി. ഏറ്റവും വലിയ അനുഗ്രഹമായ ഇസ്ലാം എന്ന അനുഗ്രഹം ഞങ്ങളുടെ മുറ്റത്ത് വന്നിറങ്ങി. ഞങ്ങൾ മുസ്ലിങ്ങളായല്ലോ, അത് തന്നെയാണ് പടച്ചോനെ ലോകത്തെ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് ഞങ്ങളിതാ മഹാവിജയം വരിച്ചിരിക്കുന്നു എന്ന് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ അതാ അവിടുത്തെ ഉപദേശ സദസ്സുകൾ കഴിഞ്ഞിട്ട് പാടിയിരുന്ന പാട്ടാണത്രേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ കുറെ കൂടെ ചിട്ടപ്പെടുക. ഇനി നല്ല വ്യാഖ്യാനം ആവശ്യമുള്ള ഭാഗമാണ്, നാളെ പറയാം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വൽ ഖൈറു വശ്ശർറു ബിമശിയത്തില്ലാ എന്ന ഭാഗം ഇൻഷാ അല്ലാഹ് നാളെ പറയാം.